കേരളത്തിൽ ആശങ്കയായി ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക. 4 ഇടങ്ങളിൽ അൾട്രാ വയലറ്റ് സൂചിക 8-ന് മുകളിലാണ്. കൊല്ലം ഉൾപ്പെടെയുള്ള 4 ജില്ലകളിൽ UV ഇൻഡെക്സ് ഉയർന്നതോടെ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോട്ടയം ഉൾപ്പെടെയുള്ള 4 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ശാലിനി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശാലിനി, വലിയ തരത്തിലുള്ള അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് സൂചികയിലടക്കം രേഖകൾ കാണിക്കുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടി ജാഗ്രത പുലർത്തി മുന്നോട്ട് പോകണമെന്ന് തന്നെയല്ലേ? ദേവിക, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. സംസ്ഥാനത്ത് വേനൽ ചൂട് വർദ്ധിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ UV ഇൻഡെക്സിന്റെ രേഖകൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഒപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നത്. ഇതിൽ പറയുന്നത് പ്രകാരം 8 മുതൽ 10 വരെ ആണ് UV ഇൻഡെക്സിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകുന്നത്. അങ്ങനെ നൽകിയിട്ടുള്ളത് 4 ജില്ലകൾക്കാണ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകൾക്കാണ് ഓറഞ്ച് മുന്നറിയിപ്പ് ഉള്ളത്. അതിൽ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ UV ഇൻഡെക്സ് 9 ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ 9 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചെങ്ങന്നൂരിൽ, ആലപ്പുഴയിലും 9 രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ ആശങ്കപ്പെടേണ്ടത് ഇടുക്കി ജില്ലയിലാണ്. മൂന്നാർ മേഖലയിൽ UV ഇൻഡെക്സ് 10 രേഖപ്പെടുത്തിയിട്ടുണ്ട്. 11ലേക്ക് കടക്കുമ്പോൾ റെഡ് അലർട്ട് ജാഗ്രതാ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകും. ആ ഒരു സാഹചര്യത്തിലേക്ക് ഇടുക്കി ജില്ല പോകുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ്. ഒപ്പം തന്നെ 4 ജില്ലകൾക്കാണ് ഇന്ന് യെല്ലോ മുന്നറിയിപ്പ് ഉള്ളത്. 6 മുതൽ 7 വരെ ഇൻഡെക്സിൽ ഉണ്ട് എന്നുള്ളതാണ്. ഈ 4 ജില്ലകളിലും പ്രധാനമായും കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ 7 ആണ് UV ഇൻഡെക്സ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കളമശ്ശേരി, എറണാകുളത്ത് 6 രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാടും സമാനമാണ്. തൃത്താല മേഖലയിൽ 6 ആണ് UV ഇൻഡെക്സ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ പൊന്നാനി മേഖലയിൽ UV ഇൻഡെക്സ് 7 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ജില്ലകളിൽ പ്രത്യേക ജാഗ്രതാ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തോടൊപ്പം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കൂടി നൽകുകയാണ്. വരുന്ന ദിവസങ്ങളിലും ചൂട് അതികഠിനമായി തുടരുമെന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇടവേളകളിൽ വേനൽ മഴ പെയ്യുന്നുണ്ട് എങ്കിൽ പോലും ചൂട് ദിവസങ്ങളിൽ പ്രത്യേകിച്ച് രാവിലെ 10 മണി മുതൽ 3 മണി വരെ ഉയർന്ന താപനില ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. നിർജ്ജലീകരണം ഒഴിവാക്കാനുള്ള മുൻകരുതലുകൾ പാലിക്കണം. ഒപ്പം തന്നെ നേരിട്ട് വെയിലേൽക്കുന്ന പരമാവധി ഒഴിവാക്കണം എന്നതടക്കമുള്ള മുന്നറിയിപ്പുകൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഈ ഘട്ടങ്ങളിൽ നൽകുകയാണ്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എങ്കിൽ പോലും UV ഇൻഡെക്സ് 11-ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അത് ആശങ്കപ്പെടേണ്ട സാഹചര്യമാകും. ഒപ്പം തന്നെ വിവിധ ജില്ലകളുടെ സാഹചര്യങ്ങൾ വിലയിരുത്തി ഓരോ ജില്ലകളെയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പരിഗണിക്കുന്നുണ്ട്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾക്ക് പ്രത്യേക മുന്നറിയിപ്പും ഈ ഘട്ടത്തിൽ നൽകുകയാണ്. ദേവിക.